ഗസ്റ്റ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മുടെ ചുമ്മാ മിണ്ടാവ് പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് എൻ്റെ റേഡിയോ 91.2-വിൽ ഒരു പുലിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ കരുനാഗപ്പള്ളിക്കാരനായിട്ടുള്ള ഇബ്സാനാണ്. ഇബ്സാൻ ഒരു മെൻ്റലിസ്റ്റാണ്. മോൻ്റെ പ്രായം എത്രയാ? 13 വയസ്സിൽ മെൻ്റലിസ്റ്റായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ എൻ്റെ റേഡിയോയുടെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നൊരു പ്രതിഭയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇയാൾ ചില്ലറക്കാരനൊന്നുമല്ല, പല സ്ഥലങ്ങളിലും ആളുകളുടെ ഏത് പ്രായത്തിലുള്ള ആളുകളായിക്കൊള്ളട്ടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാ 13-ാം വയസ്സ്, ആ ഒരു പ്രായത്തിലാണ് ഇത്രയും ആളുകളെയൊക്കെ ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മെൻ്റലിസ്റ്റ് ഷോ വരെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല, മറ്റുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം ഈ ഒരു മെൻ്റലിസത്തിൻ്റെ ഒരു പ്രതിഭയെ നമ്മളിങ്ങനെ വാനോളം സ്വീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എൻ്റെ റേഡിയോയ്ക്ക് വലിയ സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ, നമ്മുടെ കരുനാഗപ്പള്ളിക്കാരനാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എങ്ങനെയാണ് ഈ ഒരു മെൻ്റലിസം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നത്? അത് ഞാൻ LKG പ്രായമായിരുന്നു. LKG പ്രായമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ കടയിലൊക്കെ ഈ ചെറിയ കാർഡ് വരുമായിരുന്നു, കാർഡ്സ്. അപ്പോൾ അത് വെച്ച് ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേരെല്ലാവരും കൂടി കളിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ വാപ്പാപ്പ വന്നിട്ട് എനിക്കൊരു മാജിക് ട്രിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനതിനെ രഹസ്യം ചോദിച്ചു. അപ്പോൾ എനിക്കത് പറഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളായാലും ആര് വന്നാലും ഈ മാജിക് കാണിക്കും. ഞാൻ ആ ഒരു ട്രിക്ക് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. ശരി. ആ സമയത്ത് ഞാൻ പിന്നീട് യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്തു, ഒത്തിരി റിസർച്ച് ചെയ്തു ഈ കാർഡ് മാജിക് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് കിട്ടി. ആദ്യം അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ ഒരു 4-ാം ക്ലാസ്സിലായപ്പോഴാണ് വാപ്പിക്ക് മനസ്സിലായത് എൻ്റെ ഇങ്ങനെ ഒരു കഴിവ് എനിക്ക് നല്ലോണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ വാപ്പി എന്നെ ഒരു കോഴ്സ് ചേർത്തു, മെൻ്റലിസം ആൻഡ് മാജിക് കോഴ്സാണ്. അപ്പോൾ അതിൽ ചേർത്തു. അങ്ങനെ ഞാനിപ്പോൾ ഒരു 10-12 സ്റ്റേജുകളൊക്കെ കഴിഞ്ഞു. ടെലിവിഷൻ പ്രോഗ്രാം, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇപ്പോൾ. ആണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളൊരു കൊച്ചു പ്രതിഭയെ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ എന്താണ് വെടിക്കെട്ടായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറയുക ആകാംക്ഷയിൽ നിർത്താൻ പറ്റുന്നൊരു കാര്യം? നമുക്ക് എന്നാൽ ഒരു ചെറിയൊരു കാർഡ് ട്രിക്കുമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ തുടക്കം അതാണ്. എനിക്ക് കാർഡ് ഒന്നും അറിയാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ കാർഡ് ഫുള്ള് ഡിഫറെൻ്റ് ആണ്. ആണല്ലോ അല്ലേ? ഫുള്ള് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് കാർഡ്. ഞാൻ ഈ കാർഡ് നല്ലതുകൊണ്ട് ഷഫിൾ ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലെന്ന് അറിയിക്കാനാണ് ഷഫിൾ ചെയ്തു. ഒന്ന് ചെക്ക് ചെയ്യാം എല്ലാം ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ ഡിഫറെൻ്റ് ആണ്. ഈ കാർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ പാക്കറ്റിൽ 52 കാർഡ്സാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് ജഡ്ജ് സെലക്ട് ചെയ്യാവോ? എന്നെ കാണിക്കരുത്, എടുത്തോളൂ. ആ ഒരു കാർഡ് എന്നെ കാണിക്കാതെ ഒന്ന് കാണുക, ഒന്ന് ക്യാമറയിലൂടെ ഒന്ന് കാണിച്ചു. ഓക്കെ. ഇനി അതിനകത്തേക്ക് ഈ ഒരു പെന്ന് വെച്ചൊരു സൈൻ ഇട്ടേക്ക്, ചേച്ചിയുടെ ഒരു സിഗ്നേച്ചർ ഇട്ടോ. ഒന്നുകൂടി കാണിച്ചേക്ക് ക്യാമറയിൽ. ഇവിടെയാണ് സൈൻ. ഓക്കെ. പേന മാറ്റി വെച്ചോളൂ. കാണിക്കാരാവോ? ഞാൻ ഇതിങ്ങനെ വെക്കുന്നു. ഒരു മിഡിലായിട്ട് ഇതിനെ വെച്ച് പുഷ് ചെയ്യുന്നു. ഇപ്പോൾ ആ കാർഡിന് ഇടയ്ക്ക് എവിടെയാണ് പോയിട്ടുണ്ടല്ലേ? ഞാൻ കുറച്ച് ഷഫിൾസ് കൊടുക്കാം. നമ്മൾ ഷഫിൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു കാർഡ് ഫുള്ളിൻ്റെ ഇടയ്ക്ക് പോകാനാണ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ അല്ലേ? കുറച്ചുകൂടി ഷഫിൾ ചെയ്യാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ആ കാർഡ് ഫുള്ള് ഡിഫറെൻ്റ് ആയി ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ പോയിട്ടുണ്ട്. അത് ചേച്ചി കണ്ടോളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ ഒരു റെഡ് കളർ എംബലപ്പ് പിടിക്കുന്നത് കണ്ടാലോ? ഇത് അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരു എംബലപ്പാണ്. ശരി. ഓക്കെ. അപ്പോൾ ഈ എംബലപ്പിനകത്തുള്ള ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഞാൻ എൻ്റെ എംബലപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരു ഇൻഫർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഞാൻ
മതിയേക്കാം ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് 2 ക്ലിപ്പുകൾ ഇത് അടച്ചിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി ബോധ്യപ്പെടുത്താനുണ്ട്. ഇതിൽ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എന്താണ് പിക്ചർ? ഒരു മജീഷ്യൻ ഒരു കാർഡ് എൻവലപ്പിൽ നിന്ന് കാണിച്ചേ. ഓക്കെ, കുഴപ്പമില്ല. ഒരു ക്ലിപ്പ് 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മജീഷ്യന്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്നത് ആ മജീഷ്യൻ ഒരു എൻവലപ്പിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നതായിട്ടാണ് അല്ലേ? അപ്പം ഇത് നമുക്ക് എന്താണെന്ന് നോക്കാനായിട്ട് ഈ 2 ക്ലിപ്പ് ഒന്ന് ഊരിക്കോ. ഓക്കെ, ഊരിക്കോ. അതൊന്ന് മാറ്റി വെച്ചേക്കാം. നമുക്കിതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ ഇതിൽ ഒരു മജീഷ്യൻ ഒരു എൻവലപ്പുമായി നിൽക്കുന്ന ഒരു 3D ഫോട്ടോയാണല്ലേ? അപ്പോൾ ഈ മജീഷ്യൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു എൻവലപ്പ് ഇതിൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിലെന്തോ ഒരു ഇൻഫർമേഷൻ കാണുന്നുണ്ട്. ഇതൊന്ന് തുറക്കാവോ? തുറന്ന് കീറണ്ട. എന്തെങ്കിലും ഉണ്ടതായിട്ട് തന്നെ തോന്നുന്നുണ്ടോ? അതിലൊരു എന്തോ ഒന്നുണ്ട്. എടുക്കാനോ? എടുത്തോ, അതൊക്കെ എടുത്താൽ മതി. ഞാൻ സൈൻ ചെയ്തത്. അയ്യോ, നോക്ക്, ഞാൻ ചെച്ചിയുടെ സൈൻ എനിക്ക് ഒരിക്കലും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല. ഓക്കെ, നമ്മൾ ഇത്രയും നേരമായിട്ട് ഇവിടെ ഒരു എൻവലപ്പാണ് അല്ലേ? ഇതിൽ സൈൻ ചെയ്ത സെയിം കാർഡ് അതല്ലേ? സെയിം കാർഡല്ലേ? അതെ അതെ, ഇതെന്റെ സൈൻ തന്നെയാ. ഈശ്വര, അതല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതി കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അന്നത്തെ ആ ഒരു ഇൻട്രസ്റ്റിൽ നമുക്ക് ചെയ്തു തുടങ്ങിയായിരിക്കും അല്ലേ? അപ്പോൾ ആദ്യം കുഞ്ഞൊക്കെ ചെയ്ത് അപ്പോൾ ആളുകൾ ചോദിക്കും ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് ചോദിക്കുമായിരുന്നോ? ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ അല്ല, നമ്മൾ ആദ്യത്തെ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരിക്കും. പിന്നീട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ട്രിക്കുകളുണ്ടല്ലേ, ചില ആളുകളുടെ മനസ്സ് വായിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് അതിൻ്റെതായിട്ടുള്ളൊരു സ്കില്ല്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മളിപ്പോൾ ചില ഈ മുതുകാടിനൊക്കെ പോലെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത്, അതുപോലൊരു പ്രതിഭയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വാല്യൂ അത്രത്തോളം ഞങ്ങൾക്ക് അമ്പരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്? നമുക്ക് ഒരെണ്ണം കാർഡ് വെച്ച് തന്നെ കണ്ടു നോക്കാം. പിന്നെ നമ്മൾ കുറച്ച് മൈൻഡ് എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് ഒരു ട്രിക്ക് കൂടി നമുക്ക് ഉണ്ടാവല്ലോ. ഓക്കെ, കാർഡ് വെച്ചിട്ട് തന്നെയാണോ? ഓക്കെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാര്യം ഇങ്ങനൊരാൾ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ നേരത്തെ കാണിച്ച അതേ കാർഡാണ്, ഡിഫറെൻറ്റ് കാർഡ്സ്. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്യാണ്. ഓക്കെ അല്ലേ? അപ്പം എല്ലാ കാർഡും ഡിഫറെൻ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ഈ കാർഡ് ഇതേപോലെ റിഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. ചേച്ചിക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയുക. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഉള്ള പൊസിഷനിൽ ടോപ്പ് കാർഡ് ചേച്ചി എടുക്കുക, എന്നെ കാണിക്കാതെ. ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ്. ചേഞ്ച് ചെയ്യണോ? ഈ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യണോ? ചേഞ്ച് ചെയ്യാം. ഉണ്ടോ? ചേഞ്ച് ചെയ്യണോ? ഓക്കെ, കുഴപ്പമില്ല. സ്റ്റോപ്പ് മതി. ഇനി ചേഞ്ച് ചെയ്യണോ? വേണ്ട. ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ടോപ്പ് കാർഡ് ചേച്ചി എന്നെ കാണിക്കരുത്, പതുക്കെ എടുത്തൊന്ന് ക്യാമറ കാണിച്ചേക്ക്. ഓക്കെ, കാണിച്ചോ? ഓക്കെ, അതിന് ചേച്ചി തന്നെ നിന്റെ കൈ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ച് ഷഫിൾ ചെയ്തോളൂ. മിഡിൽ പോർഷനായിട്ട് വെച്ചോ, എന്നെ കാണിക്കരുത്. നല്ലതുപോലെ ഒരു ഷഫിൾ കൊടുത്തേക്ക്. കാർഡിന്റെ ഷഫിൾ പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഫുൾ ഷഫിൾ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ചേച്ചി ആ കാർഡ് നല്ലതുപോലെ മനസ്സിലേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എത്രത്തോളം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഞാൻ കാർഡ് നോക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ കാർഡ് കണ്ടുപിടിക്കാനായിട്ട് 4 ചാൻസ് വേണം. 4 ചാൻസ്. അതിനുള്ളിൽ ഞാൻ ആ കാർഡ് കണ്ടുപിടിച്ചിരിക്കും. നോക്കട്ടെ, ശരിക്കും മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പം ഇവിടുന്ന് ഞാൻ 4 കാർഡ് കാണിക്കും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇത് ആ ഒരു കാർഡാണോ? അല്ല. ഉറപ്പാണ്? കള്ളം പറയരുത്. അല്ല, ഉറപ്പാണ്. അല്ലല്ലോ അല്ലേ? അല്ല. ഇത് ആ ഒരു കാർഡാണോ? അല്ല.
ഇതാ കാർഡാണോ? അല്ല. ഉറപ്പാണ്? അല്ല. ഓക്കെ, കുഴപ്പമില്ല. ഇതാ ഒരു കാർഡാണെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് കാർഡാണ് അല്ലേ? ആണോ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ മതി. അല്ല. അല്ല അല്ല, ഉറപ്പാണല്ലേ? ഇപ്പോൾ ഈ 4 കാർഡിൽ ആ കാർഡില്ല. ഓക്കെ, ഞാൻ ഈ 4 കാർഡ് എടുക്കുന്നു. ജസ്റ്റ് ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിക്കാവോ? ഞാൻ ഈ 4 കാർഡും ചേച്ചിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. കുറച്ച് താത്ത് പിടിക്കാമെങ്കിൽ ഒരു മിഡിൽ അങ്ങനെ തന്നെ വെക്കാം. 4 കാർഡുണ്ടല്ലോ, ഈ കാർഡിലതില്ല. ഇല്ല. ചേച്ചി ആ ഒരു കാർഡ് ഓർക്കാം, പെട്ടെന്ന് മനസ്സിലുണ്ടത്. ഞാൻ ഈ കാർഡ് മുഴുവനായി ശക്തമായി അടിക്കാൻ പോകണം. ടൈറ്റ് ചെയ്ത് പിടിക്കണം, ഫുൾ ടൈറ്റ് ആയിരിക്കണം. ഈ കൈ വിട്ടോ, ടൈറ്റ് ആയിരിക്കണം, തറയിൽ പോകരുത്. ഓക്കെ, ജസ്റ്റ് ഓക്കെ. കുഴപ്പമില്ല കുഴപ്പമില്ല. 3 കാർഡ് തറയിൽ പോയോ? അത് ഒരു കാർഡല്ലേ ഉള്ളൂ. അതെന്താണെന്ന് നോക്കാം. ഏത് കാർഡാണ്? സെയിം കാർഡാണെന്ന്. അതെ, സെയിം കാർഡ് തന്നെയാട്ടോ. ഇതിലില്ലെന്ന് പറഞ്ഞാ അതിനകത്ത് നേരത്തെ കാണിച്ചപ്പോ ഇല്ലായിരുന്നു കേട്ടോ. സത്യമായിട്ടും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറ്റിക്കല്ല, നേരത്തെ കാണിച്ചപ്പോ ഇല്ലായിരുന്നു. ആ സെയിം കാർഡല്ലേ? അതെ അതെ. ഓക്കെ, ഇനി നമുക്കൊരു മൈൻഡ് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറയാണ്, ചേച്ചിയുടെ മനസ്സിൽ ഒരു പാട്ട്, ഒരു മലയാളം സോങ് മനസ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ചേച്ചി ഒരു പാട്ട് ഇങ്ങനെ ഒരു 2-3 വരികളൊക്കെ ആണെങ്കിൽ ഒന്ന് മനസ്സിലൊന്ന് പാടി നോക്കാം. അറിയാമെങ്കിൽ മതി. എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് പാടാനായിട്ട് ശ്രമിക്കാൻ ചേച്ചിട്ട് എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കണം. ഇത് ഈ കണ്ണിലേക്ക് കൂടെ എൻ്റെ കണ്ണിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് നോക്കണം. ഓക്കെ ഓക്കെ. എനിക്ക് പാടാൻ അറിയത്തൊന്നുമില്ല, എന്നാലും കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ. എന്റെ ദൈവം, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. നമ്മൾ കണ്ണു നോക്കിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതൊക്കെ ഭയങ്കര ട്രിക്കാണ്. ഇതൊക്കെ ഈ സ്കിൽഡൊക്കെ ആയിട്ടുള്ള ആളുകൾ ചെയ്തിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ തന്നെ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇനി ഇത്തരത്തിൽ കുറേയേറെ ആളുകൾ ഇതുപോലെ ട്രെയിൻ ഇങ്ങനെ എന്താ പറയാ അമ്പരപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഉള്ള ആളുകൾ ആരൊക്കെയായിരുന്നു? ഞാൻ ഉണ്ണിമൂന്നൻ്റെ കൂടെ, ആക്ടർ ഉണ്ണിമൂന്നൻ്റെ കൂടെ ഷോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റീസ് ഉണ്ട് ഇവിടെ തന്നെയുള്ള കെ ലൈവ് മീഡിയ, ജിഞ്ചർ മീഡിയ ഉള്ള ഇതിലൊക്കെ ചേർന്ന് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ത്രസിപ്പിച്ചിട്ടുള്ളത്? ഈ ഓരോ ട്രിക്കുകളൊക്കെ തന്നെയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ്? ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. കാരണം എല്ലാവരുടെയും മനസ്സ് നമുക്ക് ഒരേതുപോലെ വായിച്ചെടുക്കാൻ പറ്റില്ലല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു കാര്യം നോക്കാം. എന്താണ്? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഓക്കെ ആണോ? ചെന്ന് കണ്ണടയ്ക്കുക. വളരെ റിലാക്സ് ആയിട്ട് വേണം ഇരിക്കാൻ. മനസ്സിൽ വേറെ ഒന്നും കൊണ്ടുവരരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം. ചേച്ചിയുടെ ഒരു കുട്ടിക്കാലം ചേച്ചി ഓർക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ നിൽക്കുകയാണ് ചേച്ചി. അപ്പം അവിടെ ലൈബ്രറി ഉണ്ടാവുമല്ലോ അല്ലേ? ആ ലൈബ്രറിയിലേക്ക് നടന്നു പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. പോകുമ്പോൾ അവിടെ ഷെൽഫുകളിലൊക്കെ ഒത്തിരി ബുക്കുകൾ അങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, അങ്ങനെ ഒത്തിരി ബുക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒത്തിരി ബുക്കുകളുണ്ട്, ചുറ്റിന് ബുക്കുകളാണ്. അപ്പം ചേച്ചി ഇങ്ങനെ നടന്നു പോയി, ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നോക്കി പോയപ്പം ചേച്ചി ഒരു ബുക്ക് കണ്ടു. ചേച്ചി ആ ബുക്ക് എടുത്ത് അതിൽ നിന്ന് ഒരു ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ, ഇടയ്ക്ക് വായിച്ചു നോക്കിയപ്പം ഒരു വേർഡ് ചേച്ചി കണ്ടു. ചേച്ചിയുടെ മനസ്സിൽ ആ വേർഡുണ്ടോ? ഉണ്ട്. ഒന്ന് ഒരു വേർഡായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ ആർക്കും അറിയാത്ത ഒരു വേർഡുണ്ടല്ലേ? ഒന്ന് കണ്ണുറക്കാം. ഇനി കണ്ണുറന്നു. ചേച്ചി ആ വേർഡ് ശരിക്കും ഒന്ന് നല്ലതുപോലെ മനസ്സിൽ കൊണ്ടുവരാം. അതേപോലെ എൻ്റെ ഈ റൈറ്റ് ഐസിലേക്ക് നോക്കാം. ശരിക്കും അതിങ്ങനെ മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ ഒരു വേർഡ് എനിക്ക് തോന്നുന്നത് വലിയൊരു വേർഡാണല്ലേ? കുറച്ച് വലിപ്പമുള്ള വേർഡാണ്. കുഴപ്പമില്ല. മെന്റൽസ് അതാണല്ലോ, ടഫുള്ള വേർഡുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാമോ? പറയാവോ? പറയണ്ട, ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ മനസ്സിൽ കൊണ്ടുവന്നു. എം ആണോ? എം ആണ്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ആ ഒരു വേർഡ് മൊത്തത്തിൽ നല്ലതുപോലെ ഇങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്തമാറ്റീഷ്യൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വാക്ക് തന്നെയാണ് കേട്ടോ, മാത്തമാറ്റീഷ്യൻ. അതെ. അയ്യോ,
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെന്റലിസത്തിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് അതിശയിപ്പിക്കുന്ന ഓരോരോ മൊമെന്റിൽ നമ്മളിങ്ങനെ അതിശയിപ്പിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എൻ്റെ മുന്നിലിരുന്നുണ്ട് എൻ്റെ മനസ്സ് വായിക്കുന്നതെന്ന്. അപ്പോൾ സ്കൂളിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? സ്കൂളിൽ എനിക്ക് പ്രോഗ്രാമൊക്കെ തരും, 3/4 മണിക്കൂർ പ്രോഗ്രാം തന്നു. എല്ലാ ഇവന്റിലും അങ്ങനെയൊക്കെ തരാറുണ്ട്. നമ്മുടെ ആർട്ട് ക്ലബിന്റെ ഉദ്ഘാടനം എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ശരി. അപ്പൊ തന്നെ ഒരു 3/4 മണിക്കൂർ ഷോ എൻ്റെ ഉണ്ടായിരുന്നു, 1 man ഷോ ആയിരുന്നു. അപ്പൊ അതില് എങ്ങനെയായിരുന്നു കുട്ടികളുടെ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വളരെ നല്ല ഇതായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞില്ല, കെന്നഡി സ്കൂളിലാണല്ലേ പഠിക്കുന്നത്? കരുനാഗപ്പള്ളി ജോൺ ഓഫ് കെന്നഡി മെമ്മോറിയൽ. 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ ഷോകൾക്കൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? അടിപൊളിയാണ്. അവരെല്ലാവരും സപ്പോർട്ടിന് നിൽക്കാറുണ്ട്. ടീച്ചർ ആയാലും മാനേജ്മെന്റ് ആയാലും എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് പ്രോഗ്രാമൊക്കെ തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ മെന്റലിസം ഉപയോഗിക്കാറുണ്ടോ? എങ്ങനെ ചോദിച്ചാല് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതൊരു വേറൊരു മേഖല തന്നെയാണല്ലേ, പഠിത്തത്തിന്റെ മേഖല വേറെ, ഇത് മെന്റലിസം വേറെ തന്നെ അങ്ങനെ ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ സ്കൂളിൽ ഇരുന്നപ്പോ ഒരു സാറ് എന്നോടൊന്ന് ചോദിച്ചായിരുന്നു, നീ ഹിപ്നോട്ടിസം പഠിക്കുന്നുണ്ടോടാന്ന്. ഞാൻ ചെറുതായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ടീച്ചർമാർക്ക് ഒരു ബുദ്ധിമുട്ടാവോ? സാറ് പറഞ്ഞു, നീ എക്സാം ഒക്കെ എഴുതുവാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടും, തലയിൽ പിടിച്ച് സപ്പോർട്ടിട്ട് അവിടെ നോക്കി എഴുതിയാ മതിയല്ലോ. അങ്ങനെയൊന്നും അറിയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഹിപ്നോട്ടിസം പഠിക്കുന്നുണ്ടോ ശരിക്കും? പഠിച്ചു തുടങ്ങുന്നുണ്ട്, ലെവലിലേക്ക് എത്തുന്നുണ്ട്. ആണല്ലേ. അങ്ങനെ ഈ ഒരു കലയുടെ കുറച്ചുകൂടി നമുക്ക് അറിയാത്തൊരു മേഖലയാണ്. കുട്ടികളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരണം എന്നും കൂടി ആഗ്രഹിക്കുന്ന ഒരു ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആരെങ്കിലൊക്കെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട്, എങ്ങനെയാണ് നമ്മളിതൊക്കെ പഠിച്ചു തുടങ്ങുകയൊക്കെ ചെയ്യേണ്ടത്? എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിലേ ഞാൻ തുടങ്ങിയതാണ്. LKG പ്രായത്തിൽ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ ട്രിക്ക് കണ്ടു. അങ്ങനെ ഞാൻ ഉണ്ണിമൂന്നൻ്റെ കൂടെ ഒക്കെ കോഴ്സ് ചേർന്നതിന് ശേഷം പോയി. ഒരു 1 million വ്യൂസ് ഒക്കെ ആയിരുന്നു ആ വീഡിയോയ്ക്ക് തന്നെ. പിന്നെ അങ്ങനെ വന്ന് വാപ്പി തന്നെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ വാപ്പിയും വല്യാപ്പയും വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലേ, നല്ല സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മേഖലയിൽ ഇപ്പൊ നിൽക്കാൻ പറ്റുന്നത്. പഠിക്കണം എന്ന് എപ്പോഴും ഇരുന്ന് പഠിക്കുന്നത് നമ്മൾ പിള്ളേരോട് പറയുമ്പോൾ ആലോചിക്കുക, ഇത്രയും കഴിവുകളുള്ള കുട്ടികളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ടെങ്കിൽ അവരെ കുറേ നേരം പുസ്തകത്തിന് മുന്നിൽ ഇരുത്താതിരിക്കുക, ഇതുപോലത്തെ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുക. കളിപ്പാട്ടങ്ങളല്ല ഇതൊക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് കളിപ്പാട്ടമാണോ എന്താണെന്നൊക്കെ. എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി പരീക്ഷിക്കുകയാണ് കേട്ടോ. മുന്നിലിരിക്കുന്ന ആളുടെ എത്രത്തോളം ഐക്യം ഉണ്ടെന്നുള്ള കാര്യം പരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അടുത്തതായിട്ടുള്ള ട്രിക്കുകൾ? നമുക്ക് ഇത് ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാം. മൈൻഡ് എക്സ്പെരിമെൻ്റ് ആണ് ഇത്. ഞാൻ ചേച്ചിയുടെ അനുവാദം ഉള്ളതുകൊണ്ടേ ചെയ്യത്തുള്ളൂ. ചേച്ചിയുടെ ATM പാസ്വേഡ് ഞാനൊന്ന് പറയാൻ ശ്രമിക്കണം. ചേച്ചിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. നമ്മുടെ ATM പാസ്വേഡ് അങ്ങനെ പുറത്ത് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അനുവാദം ഉണ്ടെങ്കിൽ. പുറത്ത് പറയോ? ഇപ്പോൾ വീഡിയോയിൽ പുറത്ത് പറയോ? ആരെയും കാണിക്കണ്ട. ചേച്ചിയുടെ ATM പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ലോക്ക് അൺലോക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ ആരെയും കാണിക്കാതെ തന്നെ ലോക്ക് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ അൺലോക്ക് കിട്ടും. അത് കുഴപ്പമില്ല, അത് വലിയ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പം ഫോണിന്റെ ലോക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. 4 digit ആണ്. ATM പാസ്വേഡ് 4 digit ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം ഇതിൽ ആ ഒരു ലോക്കാണല്ലോ ഇപ്പോൾ അല്ലേ? ഇതിലതൊന്ന് അടിച്ച് നോക്കുക, കാണിക്കണ്ട, സീക്രട്ട് ആയിട്ട് അടിക്കുക. ശേഷം അത് ഇവിടെ ബട്ടൺ ഉണ്ടല്ലോ, നിൽക്കാൽ വരുമെന്ന് പറയാം. വളരെ സീക്രട്ടായിട്ട് അടിക്കുക. ക്യാമറയൊന്നും കാണണ്ട കേട്ടോ, ക്യാമറയൊന്നും കാണണ്ട, എല്ലാവരും കാണാൻ. ഇത് എന്നിട്ട് എൻ്റർ ചെയ്യാനോ? അങ്ങോട്ട് നിൽക്കുകയാണ്. വന്നോ? ഓപ്പൺ ആയത് റോങ് പിന്നാണ്. കുഴപ്പമില്ല, ഒന്നും കൂടി ഒന്ന് അടിച്ചു പോകും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കൊക്കെ വരാം. അങ്ങനെയാണല്ലോ, ചിലപ്പോൾ ഇങ്ങനെ ലോക്ക് അടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമല്ലോ. അങ്ങനെ കാണിക്കരുത്. എനിക്ക് തോന്നുന്നു ആ ക്യാമറ എങ്ങാനും കണ്ടു കാണുന്നു തോന്നുന്നു. അയ്യോ, റോങ് പിന്നാണ് അറിയുന്നത്. റോങ് പിന്നാണോ? ചേച്ചി കാര്യം ചെയ്യാവൂ, ഇനി അത് ശരിക്കും നല്ലതുപോലെ മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇതിൽ വളരെ സൂക്ഷിച്ചാൽ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അടിക്കുക. ഓക്കെ, ഒരു മൈൻഡ് പവറാണ് അടിക്കുക. വളരെ സൂക്ഷിച്ച്. ക്യാമറ കാണരുത്. അയ്യോ, ഫുള്ള് കണ്ടോ? ഫുള്ള് ഓണായി കിട്ടി എൻ്റെ. അപ്പോൾ ഈ ഫോണിൻ്റെ ATM ഹാക്ക് ചെയ്തിട്ടോ എൻ്റെ ഫോൺ. പക്ഷേ ഇതൊക്കെ നമുക്ക്
ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഏതൊക്കെയോ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ATM പിന്ന് ഒന്ന്, ഇതിൻ്റെ ഒരു ചീട്ടുകൾ എടുത്തിട്ട്, പിന്നെ അല്ലാതെയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തെടുക്കുന്നൊക്കെ വരുന്നത്. ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്സാൻ്റെ ഷോകളൊക്കെ വരുന്ന സമയത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് ലൈവായിട്ട്, ഇത് മായമില്ല മന്ത്രമില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു കാര്യം കേട്ടോ. നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിപ്പോവാണ്. ഓക്കെ, അപ്പോൾ ഇനിയും കുറേയേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്, സിബ്ലിങ്സ് ഒക്കെ ഉണ്ടോ? എന്ന് വെച്ചാൽ ഒറ്റ ഒരാളാണോ, സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളുണ്ട്, 2 പേരുണ്ട്, ഇക്കയുണ്ട്, അനിയനുണ്ട്. അവരൊക്കെ എങ്ങനെയാണ്? അവർക്ക് ഈ ഒരു മേഖല ഇഷ്ടമാണ്? ഞാനിങ്ങനെ ഓരോന്നിരുന്ന് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഓരോ ദിവസം ഓരോ അപ്ഡേഷൻ വരും. ഞാനിങ്ങനെ അടിച്ചു നോക്കുമ്പോൾ അനിയനൊക്കെ ആണെങ്കിൽ ഡോറിൻ്റെ കൂടെ നോക്കും, എന്താണ് ഇതിന്റെ ട്രിക്ക് എന്ന് അറിയാനായിരിക്കും. എന്തൊരു സൂചന കിട്ടുമെന്ന് ഡോറിൻ്റെ അടി കൂടെ നോക്കും. ഇറങ്ങി വരുമ്പോൾ കിട്ടി അതിന്റെ ട്രിക്ക് ഇവർക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ട്രിക്ക് അറിഞ്ഞാൽ മതി കേട്ടോ. എല്ലാവർക്കും ഇതിന്റെ ട്രിക്ക് അറിഞ്ഞു ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറയാനില്ലേ. പക്ഷെ ആ ട്രിക്ക് അവന് മനസ്സിലാകത്തില്ല, എന്നാലും അവൻ എന്നെ ഇതാക്കാൻ വേണ്ടി അവൻ അങ്ങനെ പറയും. പക്ഷെ ഇതൊരു ട്രിക്ക് എന്നല്ല, നമ്മൾ ചില കാര്യങ്ങൾ ഈ ഹിപ്നോട്ടിസത്തിലൊക്കെ എന്തായാലും ട്രിക്ക്, ഹിപ്നോട്ടിസം ഒക്കെ മെയിനായിട്ട് നമ്മളൊരു ശാസ്ത്രീയമായിട്ട് കൊണ്ടുവരുന്ന കുറേയേറെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം പരീക്ഷിക്കുന്ന ഈ ഒരു കസിൻസിൻ്റെയും ഒക്കെ ഇടയിലായിരിക്കും. വീട്ടുകാരുടെ മുമ്പിലും വലിയപ്പാടെ മുമ്പിലും വാപ്പിയുടെ. ഇതങ്ങനെ ഇഷ്ടമല്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ടോ? മീൻസ് ഇതൊക്കെ മായയാണ്, മന്ത്രമാണ്, ഇതൊക്കെ പൊളിയാണ് ഇങ്ങനെ ചോദിച്ചാല്, മാജിക് എന്ന് പറഞ്ഞാല് ഒരു കൺകെട്ട് വിദ്യയാണ്. മെന്റലിസം എന്ന് പറഞ്ഞാല് അതില് ഇലൂഷൻ ഉണ്ട്, മാജിക് ഉണ്ട്, ഹിപ്നോട്ടിസം ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പകുതി പേരും ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, മെന്റലിസത്തിൽ പകുതി പേരും അത് വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളോട് എങ്ങനെയാണ് അവർക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉണ്ടോ? മീൻസ് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാൾ, ഞാനിപ്പോൾ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കും, എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും? അങ്ങനെ ചോദിച്ചാൽ നമുക്കൊരു ഒരു ഒരു മെന്റലിസോട് ചെയ്ത് നോക്കാം. ഒരു പ്രെഡിക്റ്റ് ഗെയിം കളിക്കാം. ഓക്കെ, നോക്കാം. മെന്റലിസം പ്രെഡിക്റ്റ്. ഓക്കെ, അതിന് മുമ്പായിട്ട് ഈ ഫോണിൽ നിന്ന് ഞാൻ ചേച്ചിയുടെ ഫോണിലേക്ക് ഒരു 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 ഫോട്ടോ അയച്ചേക്കാം. നോക്കണ്ട, ഫോൺ തിരിച്ചു വെച്ചേക്കാം, നോക്കണ്ട. ഓക്കെ, ഇപ്പം നോക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫോണിലൊക്കെ ഉള്ളതാണ് നോട്ട്സ്. ചേച്ചി യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. പൊതുവെ എല്ലാവരും യൂസ് ചെയ്യാറുള്ളത് ഈ ബിസിനസ് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കും. ഞാനത് യൂസ് ചെയ്യുന്നത് എൻ്റെ മെന്റലിസത്തിന് വേണ്ടിയാണ്. അപ്പം എൻ്റെ ഈ ടാബിലും ഉണ്ട് നോട്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അപ്പം ഇതിൽ ഞാൻ 1, 2, 3, 4 എന്നും പറഞ്ഞുകൊണ്ട് നമ്പർ ഇട്ടുകൊണ്ട് സെലിബ്രിറ്റീസുകളുടെ പേര് എഴുതിയിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ട്, ഒത്തിരി ഇല്ല, 1നും 100നും 99 ഉള്ളൂ. അപ്പം അത്രയും സെലിബ്രിറ്റീസിൻ്റെ പേര് 1, 2 നമ്പർ ഇട്ട് 100 വരെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. 1നും 100നും 1 to 100 ഇതിലേതെങ്കിലും ഒരു നമ്പർ പറയാവോ? ഏത് വേണം പറയാം? പറഞ്ഞു. 14. ഈ നമ്പർ ചേച്ചിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേണ്ട, ഓക്കെ, ഉറപ്പാണ്. നേരത്തെ ചേഞ്ച് ചെയ്തായിരുന്നു കാർഡൊക്കെ. ചുമ്മാ എന്തായാലും 14 ഉറപ്പിച്ചു. പിന്നീട് ചേഞ്ച് ചെയ്യണമെന്ന് പറയരുത്. ഇല്ല, ഉറപ്പിച്ചു. കാരണം ഞാൻ പറയാൻ കാരണം മെന്റലിസ്റ്റുകളൊക്കെ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ അങ്ങനെയൊക്കെ. ചോദിച്ചെന്നേ ഉള്ളൂ, ചേഞ്ച് ചെയ്യാം. എന്നാ 19 ആക്കി ചേഞ്ച് ചെയ്യണോ? ഓക്കെ, ഇനി ചേഞ്ച് ചെയ്യണ്ട. 19 ഉറപ്പിച്ചു. 1 തരം 2 തരം 3 തരം ഉറപ്പിച്ച്. ഓക്കെ, അപ്പം എൻ്റെ ടാബില് നോട്ട്സിൽ 19ാമത് കിടക്കുന്ന ആ ഒരു സെലിബ്രിറ്റി ആരാണെന്ന് നമുക്ക് നോക്കാം. ടാബ് ഞാൻ എടുക്കുകയാണ്. അതിൽ നോട്ട്സ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അല്ലേ, ക്ലിക്ക് ചെയ്യാവോ? ഇതിൽ സെലിബ്രിറ്റീസ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാവോ? ഇതിൽ 19ാമത് കിടക്കുന്ന ആ ഒരു സെലിബ്രിറ്റി ആരാണെന്നൊന്ന് പറയാമോ? ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ്. ഈ ലിയോ ടോൾസ്റ്റോയ് വേറെ ഏതെങ്കിലും നമ്പറിൽ ആവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ വരത്തില്ല. ഇല്ല. കാണുന്നുണ്ടോ? ഇല്ല. 1ാമത് കിടക്കുന്ന ആരാണ്? ടോം ഹാൻസ്. ഓക്കെ, 8ആണെങ്കിലോ? ബെൻ അഫ്ലെക്ക്. അങ്ങനെ ഒത്തിരി പേരുകളുണ്ട്. ഇതിൽ ചേച്ചി പറഞ്ഞ ആ ഒരു 19 എന്ന നമ്പറിലാണ് ലിയോ ടോൾസ്റ്റോയ് കിടക്കുന്നത്. വളരെ റാൻഡം ആണല്ലേ? അതെ.
ഇതേപോലെ തന്നെ എൻ്റെ ഈ നോട്ട്സിൽ ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, യൂസ് ചെയ്യാത്ത കാര്യം അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്തില്ലേ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതും ഇതേപോലെ തന്നെ 1, 2, 3, 4 നമ്പർ ഇട്ടുകൊണ്ട് ഒത്തിരി ഷോപ്പിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ചേച്ചി 1-നും 100-നും ഇടയിലുള്ള നമ്പർ പറയുന്നു. ആ നമ്പറിൽ നമുക്ക് എന്താണ് ഷോപ്പിംഗ് ലിസ്റ്റിന്റെ നമ്പർ? അതിൽ നമ്പർ പറഞ്ഞു പറയാനോ? 22. 22 ചേഞ്ച് ചെയ്യണോ? ഇല്ല, 22 ചേഞ്ച് ചെയ്യണ്ട, ഉറപ്പിച്ചു. ഓക്കെ. അപ്പം ടാബ് എടുക്കുകയാണ്. ഇതിൽ നോട്ട്സ് വരുന്നത് അതിൽ ഷോപ്പിംഗ് ലിസ്റ്റ് അല്ലേ? ക്ലിക്ക് ചെയ്യാവും. 22 കിടക്കുന്നത് എന്താണ്? പോപ്കോൺ. എനിക്കിഷ്ടമുള്ള കാര്യം തന്നെ പോപ്കോൺ. ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാറുണ്ടോ? പിന്നെ തിയേറ്ററിലൊക്കെ പോയി ഡെയിലി വാങ്ങിച്ചല്ല, നമ്മള് സിനിമയൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോ പോപ്കോൺ ഉണ്ടെങ്കിൽ ഞാനും കഴിക്കാറുണ്ട്. അപ്പോൾ പോപ്കോൺ ആണ് ഞാൻ തരുന്നത്. പോപ്കോൺ. ഓക്കെ. ഈ പോപ്കോൺ വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? വരത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞാണ് കാണും. ഇല്ല, കാരണം അത് ഞാനാണ് തയ്യാറാക്കിയത്. സ്ലൈസ് അങ്ങനെ എന്തോ വന്നില്ലല്ലോ? ഇല്ല, വേറെ ഒന്നുമില്ല. ഇല്ലല്ല, ഉറപ്പാണല്ലോ അല്ലേ? 1 കിടക്കുന്നത് എന്താണ്? ആപ്പിൾസ്. 2 ഓറഞ്ച് ജ്യൂസ്. ഇടയ്ക്ക് 12 പൊറ്ററ്റോസ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൽ ചേച്ചി സെലക്ട് ചെയ്ത് 22 എന്നുള്ളവരാണ് പോപ്കോൺ. ഈ 2 കാര്യങ്ങളും ഫുൾ ചേച്ചിയുടെ ഇഷ്ടത്തിലാണ് എടുത്തത്. ഇതിൽ ഞാൻ ഒരു കാര്യത്തിലും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം ചേച്ചിയാണ്, ഞാൻ ചോദിച്ചു നമ്പർ ചേഞ്ച് ചെയ്യാന്ന് ചോദിച്ചു. ചേച്ചി ഒരു വട്ടം ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിൽ എനിക്ക് യാതൊരു റോളും ഇല്ല. ഓക്കെ. ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നല്ലേ ഫോണിലേക്ക്, ഞാൻ പറഞ്ഞിരുന്നില്ല. അന്ന് ഓപ്പൺ ചെയ്ത് എൻ്റെ വാട്സാപ്പിൽ എടുത്താൽ മതി. അത് നോക്കാവോ? അതിൽ അയ്യോ, ഇത് കണ്ടോ? അത് ആദ്യം നോക്ക്. ആദ്യത്തെ ഫോട്ടോ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? പോപ്കോൺ അല്ലേ? സെയിം അല്ലേ? ഞാനിപ്പോ പറഞ്ഞല്ലേ, ലിയോ ടോൾസ്റ്റോയുടെ ബുക്ക് നോക്ക്. ഞാൻ ചേഞ്ച് ചെയ്ത നമ്പർ ഞാൻ ചേഞ്ച് ചെയ്തതാണ്. സെയിം അല്ലേ? ലിയോ ടോൾസ്റ്റോയി. അത് പോപ്കോൺ തന്നെ. ചേച്ചി വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞാണ്. പക്ഷെ അതാണല്ലോ മെന്റലിസം, അതാണല്ലോ ഞാൻ ആണല്ലേ മൈൻഡിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം. അപ്പൊ വേറെ എന്തായാലും അത് ഉണ്ടാവില്ലല്ലോ. രണ്ടെണ്ണമുണ്ട്. അത് കൊള്ളാട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെ എന്റെ ഫോണിൽ വന്ന് കിടക്കുന്നത്. അത് കൊള്ളാം. എന്റെ മനസ്സാണ് എന്റെ ഫോണിപ്പോ. ഓക്കെ. അപ്പോൾ ഞാൻ വിശ്വസിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ, അതിനൊരു നമ്മൾ അയച്ചിട്ടാൻ സമയം കൂടി നോക്കുക കേട്ടോ. മുമ്പേ ഇനിയിപ്പോ അതും കൂടി ആളുകൾ ചോദിക്കും. നേരത്തെ അയച്ചിട്ടെന്ന് പറയാം. ഇപ്പൊ നമ്മള് ചെയ്ത സമയം 3:07 PM ആണ് കേട്ടോ. ആ ഒരു 3:07 PM ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മളിപ്പോ സംസാരിക്കാൻ തുടങ്ങി കുറച്ച് നേരമായി അല്ലേ? അപ്പോൾ അതിന് മുമ്പ് ഒന്നും അയച്ചിട്ടല്ല, 3:07 അയച്ചിട്ടതാണ്. എൻ്റെ ദൈവമേ, ഇപ്പം ഞാൻ വിശ്വസിച്ചു കേട്ടോ. കാര്യം എന്താണെന്നറിയോ? നമ്മൾ ചില ആളുകൾ പറയില്ല ഇതൊക്കെ കൺകെട്ടാണ് അതാണെന്നൊക്കെ പറയുന്ന ആളെ പിടിച്ചിരുത്തി മുന്നിൽ കൊണ്ടിരുത്തിയാൽ വിശ്വസിക്കുന്നു പറയുന്ന ആളില്ലേ, അങ്ങനെ ഞാൻ വിശ്വസിച്ചു. എൻ്റെ അപ്പോൾ ഇനി ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ ഈ ഷോയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഓരോ ആളുകളെ ആയിരിക്കും വിളിക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓരോന്നിനും ഞെട്ടിക്കൊണ്ടിരിക്കുക. ഇത് ഷോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ പേര് ഇങ്ങനെ കൊണ്ടു നിർത്തി ഓരോരുത്തർക്കും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ കുട്ടികളുണ്ടാവും, മുതിർന്ന ആളുകളുണ്ടാവും, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ, ഇഷ്ടത്തോടെ വരുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇതൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അങ്ങനല്ല, ഞാൻ ഈ വിളിക്കുമ്പോൾ സ്റ്റേജിലോട്ട് കയറി വരാൻ മടിയുള്ളവരെ കാണും. അവരെ തന്നെ ഞാൻ നോക്കി വിളിച്ചിട്ട് കയറ്റും. അത് ശരി, നേരത്തെ നോക്കി വെക്കും ഇയാളെ നമുക്കൊന്ന് വിളിച്ചാൽ ചിലരൊന്നും വരത്തില്ല. ഇങ്ങനെ നാടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തലയിരിച്ച് വെക്കും. ഞാനെങ്കിൽ ചില പ്രോഗ്രാമിലൊക്കെ ഇരുന്നപ്പോൾ തല കുനിച്ചു വെച്ചത് കാര്യം കൂടെ നടന്നു പോകുന്നു. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വന്നേക്കാൻ, പേടിക്കാനൊന്നുമില്ല, വരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലവര് വിളിക്കുന്നതിന് മുമ്പ് ചാടി ഓടിയ സ്റ്റേജിനെ കൂടെ പറഞ്ഞൊക്കെ വരുന്നതാണ്. ആണല്ലേ? അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ. എന്നാൽ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ കുട്ടികൾക്കാണോ അതോ വലിയ ആൾക്കാർക്കാണോ അതിനോട് കുറച്ചുകൂടി കമ്പം ഉള്ളത്? മാജിക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഇതായിരിക്കും. മെന്റലിസം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുതിർന്നവർക്കായിരിക്കില്ലേ. ഓക്കെ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ അതിൻ്റെ കൂട്ടത്തിൽ? നമ്മൾ ഇപ്പോഴും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പഠിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോഴ്സിലേക്കൊക്കെ എത്തിച്ചേർന്നത്? എങ്ങനെയാണ്?
ഞാൻ 4 പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. അപ്പോഴാണ് എന്നെ വാപ്പി ആർട്ട് ഓഫ് മെന്റലിസം സന്ദീപ് റൈഡിയർ ആ കോഴ്സിൽ ചേർത്തത്. എന്താണ് ഗുരുവിന്റെ ഒക്കെ ഒരു എന്താ പറയാ റെസ്പോൺസ്? നമ്മളിപ്പോ ചില ഓരോ കുട്ടികളെയും ഓരോ രീതിക്കായിരിക്കുമല്ലോ, അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എന്താണ് അത് സാറിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാറ് നല്ല പ്രസൻറ്റേഷനിലൂടെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സാർ. ആണല്ലേ? ഓക്കെ. അപ്പോൾ അതിന് ഇങ്ങനെ കുറേ ഡ്രസ്സിങ് കോസ്റ്റ്യൂംസിലാണെങ്കിലും അല്ലാതെ നമ്മുടെ ഇങ്ങനെ എന്തെങ്കിലും മുദ്രകളൊക്കെ ഉണ്ടോ കയ്യിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പൊളിയാണ്, ഞാനത് കാണിച്ചു തരാം പിന്നീട്. ഓക്കെ. അടിപൊളിയാണ്. സാറിന്റെ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ പഠിപ്പിക്കും, കുട്ടികൾക്കായാലും മുതിർന്നവരായിരിക്കും പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഇപ്സാന്റെയും ഇങ്ങനെ കുറേയേറെ ചേഷ്ടകളും കോസ്റ്റ്യൂംസും ഒക്കെ ആളുകൾ ഇങ്ങനെ അനുകരിക്കാനുള്ള ഒരു ഇടയാവട്ടെ. ഞങ്ങൾക്ക് വലിയ സന്തോഷം കേട്ടോ. ഇത്തരത്തിലുള്ള ഇങ്ങനെ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടുകാരാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പിള്ളേരാണെന്നൊക്കെ പറയുമ്പോൾ കൊച്ചു ഒരു കുട്ടിപ്പുലിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, ചെറിയൊരാളൊന്നുമല്ല. അപ്പോൾ ഭാവിയിലും ഇത്തരത്തിലുള്ള കുറേയേറെ ട്രിക്കുകളൊക്കെ നമ്മുടെ ഇപ്സാന്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചുമ്മാ മിണ്ടാൻ പരിപാടിയിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്സാനാണ്. ഇപ്സാൻ ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പ്രതിഭയല്ല നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു ഗസ്റ്റുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.